വണക്കം മക്കളെ, വണക്കം. കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞു വന്ന എമ്പുരാൻ്റെ വിശേഷങ്ങൾ. എമ്പുരാൻ സിനിമയും അഭിനയിച്ചവരും ഡയറക്റ്റ് ചെയ്തവരും പ്രൊഡ്യൂസ് ചെയ്തവരും എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ഇപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്കും പോവാം. ഓക്കെ, ഇപ്പോൾ പറയാൻ വന്നത് 2 ദിവസം മുന്നേ നടന്ന ചെറിയൊരു കാര്യമാണ്. എല്ലാവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ഞാനൊരു എൻ്റെ ലൈഫിൽ ചെറിയൊരു കാര്യം, ചെറിയൊരു ഇൻസ്റ്റൻസ്, ഒരു സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, വേറെ ഒന്നുമില്ല. എൻ്റെ നാട്ടിൽ മുണ്ടൂർ കുമ്മാട്ടിയായിരുന്നു. അപ്പോൾ കുമ്മാട്ടി കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോൾ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ, മുണ്ടൂരിൽ നിന്ന് എൻ്റെ നാട്ടിലോട്ട് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ബൈക്കിന് ഒരാൾ ലിഫ്റ്റ് കാണിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ബൈക്കിന് ഒരാൾ ലിഫ്റ്റ് കാണിച്ചു, കൈ കാണിച്ചു. അപ്പോൾ ഞാനൊരു 50 മീറ്റർ ഞാൻ കുറച്ച് തിരക്കിൽ പോകുമായിരുന്നു. നെന്മാറയ്ക്ക് പോകാനുള്ള ഒരു തിരക്കിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കാത്തിക്കുണ്ടായിരുന്നു. പക്ഷെ ആൾ കൈ കാണിച്ചപ്പോൾ ഞാൻ ഒരു 50 മീറ്റർ മുന്നിൽ പോയിട്ട് വണ്ടി ഒന്ന് നിർത്തി. ഒരു മനസ്സിനൊരു സുഖം തോന്നിയില്ല. അപ്പോൾ വണ്ടി നിർത്തി, ചുമ്മാ ബാക്കിലോട്ട് വന്ന് വണ്ടി നിർത്തി തിരിച്ച് ആളുടെ അടുത്തിലോട്ട് വന്നു. എന്നിട്ട് എങ്ങോട്ടാണ് ചോദിച്ചു. അപ്പോൾ ആള് മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷനായ പോലെ ആള്. പിന്നെയാണ് മനസ്സിലായത് ആൾക്ക് സംസാരിക്കാനും കഴിയില്ല, ആൾക്ക് ചെവിയും കേൾക്കില്ല. ഓക്കെ, അപ്പോൾ ആൾ പെട്ടെന്ന് ഞാൻ എങ്ങോട്ടാണ് ചോദിച്ചത് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതി തന്നു. ഇങ്ങനെ എടത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലം, പെട്ടെന്ന് ആ ഒരു സ്ഥലം ഇങ്ങനെ എഴുതി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ആൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ആ പേപ്പർ പേനിൽ എഴുതി കൊടുത്തു, ഞാൻ അങ്ങനെ കിണാവല്ലൂർ വരെ ഉള്ളൂ എന്ന്. അപ്പോൾ ആള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് ഞാൻ എന്തൊക്കെയോ ആളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കത് മനസ്സിലാവുന്നില്ല. ആക്ഷനൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ ഡീൽ ചെയ്തു. പിന്നെ അവസാനം എനിക്ക് എൻ്റെ നാടെത്തി. എൻ്റെ നാട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ ഉണ്ട് ആളുടെ വീട്ടിലോട്ട്. പിന്നെ 10-11 മണിയൊക്കെ ആയി, 10 മേലെ കഴിഞ്ഞു. പിന്നെ ബസ്സും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തിരക്കുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ആളവിടെ ഇറക്കാനൊരു മനസ്സില്ല. സോ എല്ലാവർക്കും ഉണ്ടായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ. ഞാനപ്പോൾ ആളിനെ വീട്ടിലോട്ട് ആക്കാന്നുള്ളൊരു പ്ലാനിൽ വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ആളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. വഴിയിലല്ല, വീട്ടിൽ പോയി ഡ്രോപ്പ് ചെയ്യണ ഒരു ആഗ്രഹം. അപ്പോൾ ആളോട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ആൾ ബാക്കിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ആൾ ബാക്കിൽ നിന്ന് പേപ്പറിൽ പാനിയും കൊണ്ട് എഴുതിയിട്ട് ഇങ്ങനെ സ്ഥലം കറക്റ്റ്, സ്ഥലം ഞാൻ പറയുന്നില്ല, സ്ഥലം ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ആൾ പക്കറ്റ് ചെയ്തു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം എന്ന് ഞാൻ തിരിച്ചെഴുതി കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി. എന്നിട്ട് കുറേ ഉള്ളിലോട്ട് പോയി ആളുടെ വീടെത്തി. ആളുടെ വീടിൻ്റെ അവിടെ എത്തി. ആൾ പറഞ്ഞു നായുണ്ട്, ആക്ഷൻ കാണിച്ചു, നായുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഞാൻ അവിടെ നിർത്തി. എന്നിട്ട് ആളെൻ്റെ അടുത്ത് വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. വണ്ടി ഞാൻ ഓഫ് ചെയ്തു. പെട്രോൾ ചിലവാണ്ടാവട്ടായിരിക്കും വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആളിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആൾ എനിക്ക് പേപ്പറിൽ ഇങ്ങനെ എഴുതി തരാം. ഞാൻ തിരിച്ച് പേപ്പറിൽ എഴുതി കൊടുക്കുക. ശരിക്കും ഒരു എസ്സേ റൈറ്റിംഗ് ആയി. കുറേ കാര്യങ്ങൾ, എവിടെ വീട്, എന്താ സ്ഥലം, എന്താ വർക്ക് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, മാരീഡ് ആണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ആൾ ചോദിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാം ആളെ എഴുതി ചോദിക്കുക. ഞാനും തിരിച്ച് എഴുതിയിട്ട് തന്നെ മറുപടി കൊടുക്കുക. സോ ആൾ അവസാനം ഞാൻ പറഞ്ഞു ബൈ, എന്നാൽ ഞാൻ പോട്ടെ, നെന്മാർക്ക് പോകാൻ സമയം, ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ പെട്ടെന്ന് ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ആളൊരു വികാരം പ്രകടിപ്പിച്ചു. ആളിങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ 2 കൈയും പിടിച്ചിട്ട് ഇങ്ങനെ കൂപ്പിയിട്ട്, ആ സമയത്ത് ആളുടെ ദൈവം ചിലപ്പോൾ ഞാനായിരിക്കാം. നമുക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ ചില സിറ്റുവേഷനിൽ നമ്മുടെ ദൈവമായിട്ട് വന്ന ഓരോ മനുഷ്യന്മാരുണ്ടാവാം. അപ്പോൾ ആളെ സംബന്ധിച്ച് ആ ഒരു ടൈം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു കേട്ടോ, ആൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, മാരീഡ് അല്ല. ഓക്കെ, അപ്പോൾ അതും കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ആൾ. സോ ആൾ ചിലപ്പോൾ അവിടെ ഞാൻ എത്തിച്ചുകൊണ്ട് ആൾക്ക് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടായിരിക്കാം. സോ ആ സമയത്ത് ആളാ കാണിച്ച ഒരു വികാര പ്രകടനം എനിക്കത് ഭയങ്കര. എന്നിട്ട് ആൾ എനിക്കില്ല എൻ്റെ നമ്പർ വാങ്ങിച്ചു. ആളുടെ നമ്പർ എനിക്ക് തന്നു. എന്നിട്ട് ആൾ ഒരു 15 മിനിറ്റ് ആയിട്ട് എന്നോട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 15 മിനിറ്റ് ആളിങ്ങനെ നെന്മാറി പോകുന്നത് ആൾക്ക് അറിയാം. അപ്പോൾ ആളെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യും. പിന്നെ അതേപോലെ രാത്രി മഴയുണ്ടാവും, അപ്പോൾ കോട്ട് കാര്യങ്ങൾ എടുക്ക്, പെട്രോൾ അടിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഒരു സിൻസിയർ ആയിട്ടുള്ള, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആൾക്ക് ആ 10 മിനിറ്റിൽ കൊടുത്തത് വെറും ഒരു 4 കിലോമീറ്റർ ആളെ ഡ്രോപ്പ് ചെയ്തു എന്നാണ്. പക്ഷേ ആ 10 മിനിറ്റിൽ ആൾ എനിക്ക് തന്ന ആ ഒരു പരിഗണന അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അന്നേ പറയാൻ വിചാരിച്ചാണ്. ഇപ്പോൾ നെന്മാറ വേല തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് പറയണമെന്ന് ആഗ്രഹിച്ച്. എന്തായാലും അത് പറയണത് ഒരു ആഗ്രഹമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും എത്തിച്ചു. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇന്നലെ ആൾ മെസ്സേജ് അയച്ചു. മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ ആൾ മെസ്സേജ് അയച്ചു, പോയി വന്നോ, തിരക്കുണ്ടായിരുന്നൊക്കെ ചോദിച്ചിട്ട്. സോ എല്ലാവർക്കും ഇതേപോലെ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നടന്നു പോയിട്ടുണ്ടാവാം. സോ പരമാവധി പറ്റുന്ന ഹെൽപ്പ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. തിരിച്ച് കിട്ടുന്ന ആ ഒരു പരിഗണന, അതൊക്കെയാണ് ലൈഫിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതാണ് ജീവിതം, നമ്മൾ മനസ്സിലാക്കും. എല്ലാം ദൈവം നമുക്ക് തന്നു. ദൈവം ഒന്നും കൊടുക്കാത്തവരുണ്ട്. പല അംഗവൈകല്യങ്ങളും പല കാര്യങ്ങളും കുറവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ കുറവില്ലാത്തവർ പലതും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മളൊരു ദൈവമാണ്. ആ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തു കൊടുക്കുക. സന്തോഷം. ഓക്കെ, താങ്ക് യു.